വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ് ആദ്യം. ആകാശവിസ്മയം തീർത്ത് തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട്. ഡബിൾ ഹോസ് പൂരം പൊടിപൂരം സമർപ്പിക്കുന്നത് ഡബിൾ ഹോസ് ജാഗറി പൗഡർ, ആരോഗ്യം സൗകര്യം മാധുര്യം. പവേർഡ് ബൈ ടി ദേവസി ജ്വല്ലേഴ്സ്, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തൃശൂർ പൂരവിളംബരം ഇന്ന്. നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് പൂരവിളംബരം നടത്തുക. നാളെ രാവിലെ 7-ന് കണിമംഗലം ശാസ്താവ് എഴുന്നള്ളിയെത്തുന്നതോടെ 36 മണിക്കൂർ നീളുന്ന തൃശൂർ പൂരത്തിന് തുടക്കമാകും. വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്ന് അശ്വിൻ പാലാഴിയാണ് ചേരുന്നത്. അശ്വിൻ, തൃശൂർ നഗരത്തിന്റെ ഓരോ ഇഞ്ചും തൃശൂർ പൂരത്തിന്റെ ആവേശത്തിലാണ്. ഇന്നിപ്പോൾ പൂരവിളംബരം നടക്കുകയാണ്. സാമ്പിൾ വെടിക്കെട്ടിന്റെയൊക്കെ ആ ഒരു ആവേശം കഴിഞ്ഞു. എന്താണ് വിശദാംശങ്ങൾ? ക്രിസ്ത്യന, ഇന്നലത്തെ സാമ്പിൾ വെടിക്കെട്ടോടുകൂടി തന്നെ തൃശ്ശൂർ പൂരം അതിന്റെ ആവേശത്തിലേക്ക് കടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇന്നാണ് പൂര വിളംബരത്തിനായി നെയ്തലക്കാവിൽ അമ്മ ഇവിടെ നിന്ന് എഴുന്നള്ളുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് നെയ്തലക്കാവിൽ അമ്മയുടെ ക്ഷേത്രത്തിലാണ്. ഇവിടെ നിന്ന് രാവിലെ 8 മണിയോടുകൂടി പൂര വിളംബരത്തിനായുള്ള പുറപ്പാടുണ്ടാകും. ഏകദേശം 5 കിലോമീറ്ററോളം ഇവിടെ നിന്ന് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്കുണ്ട്, പൂരനഗരിയിലേക്കുണ്ട്. അത് 8 മണിയോടുകൂടി ഇറങ്ങി 11 മണിയോടുകൂടി അവിടെ എത്തും. അങ്ങനെ അവിടെ വെച്ചായിരിക്കും പൂര വിളംബരം ഉണ്ടാവുക. എന്തായാലും ഇന്നലെ കണ്ട വലിയൊരു ജനസാഗരം ഇന്നലെ ഈ ആദ്യത്തെ സാമ്പിൾ വെടിക്കെട്ടോടുകൂടി കണ്ടിരുന്നു. അതിലും ഇരട്ടിയോളം ജനം ഇന്നുണ്ടാകും. എന്തായാലും ഈ പൂര വിളംബരം ഗോപുരനട തുറന്ന് നടത്തുന്നത് എറണാകുളം ശിവകുമാറാണ്. ഇത്തവണയും നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റാനുള്ള അവസരം കിട്ടിയിരിക്കുന്നത് എറണാകുളം ശിവകുമാറിന് തന്നെയാണ്. എന്തായാലും വലിയൊരു ആവേശത്തിലേക്ക് തൃശ്ശൂർ കടക്കുന്നതിൻ്റെ, പൂരനഗരി കടക്കുന്നതിൻ്റെ ഒരു തുടക്കമാകും. പിന്നീട് 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂര മണിക്കൂറുകളിലേക്കാകും തൃശ്ശൂർ കടക്കുക. എന്തായാലും ആവേശത്തിൻ്റെ അല്ലെങ്കിൽ ആ ചടങ്ങുകളുടെ തുടക്കം അല്പസമയത്തിനുള്ള ഏകദേശം 8 മണിയോടുകൂടി തന്നെ തുടങ്ങും എന്നുള്ളതാണ് നമുക്ക് ഈ പൂര വിളംബരത്തിനുള്ള പുറപ്പാട് തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് പറയാനുള്ളത്. അകത്ത് ക്ഷേത്രത്തിനുള്ളിൽ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 8 മണിയോട് കൃത്യം 8 മണിക്ക് തന്നെ ഇവിടെ നിന്ന് പുറപ്പെടും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 കിലോമീറ്ററാണ് നെയ്തലക്കാവിൽ അമ്മയുടെ ക്ഷേത്രത്തിൽ നിന്നും പൂരനഗരിയിലേക്കുള്ളത്. ക്രിസ്റ്റീന. അശ്വിൻ പാലാഴിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. 1ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 102 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിധിയെഴുതുക. തമിഴ്നാട്, മണിപ്പൂർ, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, സിക്കിം, മിസോറം, നാഗാലാൻഡ് എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടത്തിൽ പൂർത്തിയാകും. മണിപ്പൂർ, ഛത്തീസ്ഗഡിലെ ബസ്തർ, ജമ്മുകാശ്മീരിലെ ഉധംപൂർ എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. രാജസ്ഥാനിലെ 12ഉം പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങളിൽ ആദ്യഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. ഇന്ന് നിശബ്ദ പ്രചാരണം. വടകരയിൽ വ്യക്തിഹത്യ, കള്ളവോട്ട് ആരോപണങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ് മുന്നണികൾ. മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമ്മേളനത്തിൽ പ്രസംഗിക്കും. 4 ഇടങ്ങളിലാണ് മുഖ്യമന്ത്രി പ്രസംഗിക്കുക. തപൻസൻ നാളെയും പ്രകാശ് കാരാട്ടും D രാജയും 21-നും മണ്ഡലത്തിലെത്തും. പ്രധാന നേതാക്കളെ എത്തിച്ച് LDFനെ പ്രതിരോധിക്കാൻ UDFും ശ്രമിക്കുന്നുണ്ട്. KK ശൈലജയ്ക്കെതിരായ വ്യക്തിഹത്യ ആരോപണത്തിൽ പോലീസ് കേസെടുത്തെങ്കിലും തുടർ നടപടി വൈകുന്നതിൽ ഇടത് ക്യാമ്പിലും അമർഷമുണ്ട്. UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് വോട്ട് തേടാൻ രാഹുൽ ഗാന്ധി ഇന്ന് കോട്ടയത്തെത്തും. വൈകുന്നേരം തിരുനക്കര മൈതാനിയിൽ നടക്കുന്ന പൊതുയോഗത്തിൽ രാഹുൽ ഗാന്ധി സംസാരിക്കും. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഇന്ന് ജില്ലയിൽ പ്രചാരണത്തിനെത്തുന്നുണ്ട്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അനിൽ K. ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് രാജ്നാഥ് സിംഗ് എത്തുന്നത്. രാവിലെ 10 മണിക്ക് കാഞ്ഞിരപ്പള്ളിയിലാണ് പൊതുയോഗം. കേരള കോൺഗ്രസുകാർ ഏറ്റുമുട്ടുന്ന കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന്റെ പേരിലും വാക്പോര്. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം തനിക്കും ഗുണം ചെയ്യുമെന്നാണ് LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ പറഞ്ഞത്. UDF ഇതിനെതിരെ രംഗത്തെത്തി. LDF ലേബലിൽ മത്സരിച്ച ഫ്രാൻസിസ് ജോർജ് ഇത്തവണ UDFന് വേണ്ടി. UDF ആയിരുന്ന തോമസ് ചാഴികാടൻ LDFന് വേണ്ടി. ആകെ മൊത്തം കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ കോട്ടയം സന്ദർശനം. ഇതിനിടെയാണ് രാഹുൽ ഗാന്ധിയുടെ വരവ് തനിക്കും ഗുണം ചെയ്യുമെന്ന് തോമസ് ചാഴികാടൻ തുറന്നടിച്ചത്. ഞാനും ജയിച്ചെന്നാൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും അഖിലേന്ത്യാ തലത്തിൽ BJPക്ക് ബദലായി ഒരു മതേതര സ്വഭാവമുള്ള മുന്നണി അധികാരത്തിൽ വരണമെന്നത് നമ്മുടെ ആവശ്യമാണ്. അതിനുള്ള പിന്തുണ ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം UDFനാകും കരുത്ത് പകരുക എന്ന്
ഫ്രാൻസിസ് ജോർജും പറഞ്ഞു. രാഹുൽ ഗാന്ധി വരുന്നത് ഈ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെയും സമീപ പാർലമെന്റ് മണ്ഡലങ്ങളിലുമൊക്കെ പ്രവർത്തനങ്ങൾക്ക് വലിയ ആവേശം പകരും. അപ്പോൾ സ്വാഭാവികമായിട്ടും വർദ്ധിച്ച വീര്യത്തോടു കൂടി 18-ാം തീയതിക്ക് ശേഷം UDFന്റെ പ്രവർത്തനം ഉണ്ടാവും. UDF നേതാക്കളും ചാഴികാടന്റെ നിലപാടിനെ തള്ളിക്കളഞ്ഞു. ഗുണം ചാഴികാടനെടുത്താലും വിജയം തങ്ങൾക്കാകുമെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ പറയുന്നത്. അത് കുഴപ്പമൊന്നുമില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗുണം കിട്ടുന്നത് കിട്ടിക്കോട്ടെ. ഏതായാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക. മറ്റേ ഗുണം വേണമെങ്കിൽ പുള്ളി കൊണ്ടുപോകട്ടെ. നമുക്കൊരു വിഷമവുമില്ല. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ ജോസ് കെ മാണി വിഭാഗം തയ്യാറല്ല. അതുകൊണ്ട് തന്നെ രാഹുൽ വന്നാലും കുഴപ്പമില്ല എന്ന നിലപാടാണ് കേരള കോൺഗ്രസ് എമ്മിന്. എല്ലാ ലീഡേഴ്സും വരുമല്ലേ, വന്നോട്ടെ. അപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറച്ചുകൂടെ ചൂടാകട്ടെ. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി കോട്ടയത്തെത്തിയത് തോമസ് ചാഴികാടന് ഗുണം ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ എതിർചേരിയിൽ ചാഴികാടൻ നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്തു പറയുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ടോബി ജോൺസൺ, 24 കോട്ടയം. ആലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന് വേണ്ടി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് വേണ്ടി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗും ഇന്ന് പ്രചാരണത്തിനെത്തും. രാവിലെ 10 മണിക്ക് കായംകുളം എൽമെക്സ് മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ രാജ്നാഥ് സിംഗ് സംസാരിക്കും. കായംകുളത്ത് വൈകിട്ട് 4 മണിക്കാണ് രേവന്ത് റെഡ്ഡി പങ്കെടുക്കുന്ന റോഡ് ഷോ. ആലപ്പുഴയിൽ പൊതുസമ്മേളനത്തിലും തെലങ്കാന മുഖ്യമന്ത്രി പങ്കെടുക്കും. താരമണ്ഡലമായ വയനാട്ടിലെ കോൺഗ്രസ് പ്രചാരണ വേദിയിൽ അസാധാരണമായി തെലുങ്ക് ഗാനം മുഴങ്ങി. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ വരവായിരുന്നു അത്. രാഹുൽ ഗാന്ധിക്ക് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള രേവന്ത് റെഡ്ഡിയുടെ വരവിനെ ആഘോഷമാക്കി കോൺഗ്രസ് പ്രവർത്തകർ. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ വരവ് ആഘോഷമാക്കുകയായിരുന്നു UDF പ്രവർത്തകർ. ജില്ലയിലെ പല മേഖലകളിലും അദ്ദേഹം സന്ദർശനം നടത്തി. കുടുംബയോഗങ്ങളിലും പൊതുയോഗങ്ങളിലും പങ്കെടുത്തു. മേപ്പാടിയിലെ യോഗത്തിൽ ഉച്ചഭാഷണികളിൽ ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി തയ്യാറാക്കിയ തെലുങ്കു ഗാനങ്ങൾ മുഴങ്ങിക്കേട്ടു. T. സിദ്ദിഖ് MLA-യുടെ നേതൃത്വത്തിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രചാരണ യാത്രയുടെ ഉദ്ഘാടനമായിരുന്നു വേദി. മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിച്ചായിരുന്നു തെലങ്കാന മുഖ്യമന്ത്രിയുടെ പ്രസംഗം. പിണറായി വിജയൻ BJPയെ സഹായിക്കുന്നുവെന്നായിരുന്നു പ്രധാന ആക്ഷേപം. BJPയുടെ B ടീമാണ് LDF എന്നും ആരോപണം. പിണറായി വിജയൻ is not working for LDF. He is working for Narendra Modi in this Kerala. He is a B team of ഭാരതീയ ജനതാ പാർട്ടി. പ്രചാരണം അവസാന ലാപ്പിൽ എത്തുമ്പോൾ മുന്നണികളിലെ ദേശീയ നേതാക്കളുടെ നിര തന്നെയാണ് വയനാട്ടിലേക്ക് വരുന്നത്. BJP അധ്യക്ഷൻ JP നഡ്ഡ, CPI ജനറൽ സെക്രട്ടറി D രാജ തുടങ്ങി പ്രമുഖ നേതാക്കളെല്ലാം അടുത്ത ദിവസങ്ങളിലായി മണ്ഡലത്തിലുണ്ട്. 24 വയനാട്. രാമനവമി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സംഘർഷമുണ്ടായ പശ്ചിമബംഗാളിലെ മുർഷിദാബാദിലെ ശക്തിപൂരിൽ കൂടുതൽ സേനയെ വിന്യസിച്ചു. ഇന്നലെ നടന്ന സംഘർഷത്തിൽ നിരവധി സ്ത്രീകൾക്കും കുട്ടികൾക്കും പരിക്കേറ്റിരുന്നു. BJP നാലാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. 10 സംസ്ഥാനങ്ങളിലെ 96 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. 25 വരെ നാമനിർദ്ദേശ പത്രിക നൽകാം. മെയ് 13-നാണ് വോട്ടെടുപ്പ്. വിശദാംശങ്ങളുമായി രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ആർക്കെ, നാലാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ. രാവിലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. 10 സംസ്ഥാനങ്ങളിലെ 96 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വിജ്ഞാപനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. 25-ാം തീയതി വരെ, ഏപ്രിൽ 25-ാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക നൽകാനായിട്ട് സാധിക്കും. മെയ് 13-നാണ് ഈ 96 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുക. 10 സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന 96 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പാണ് ഇന്ന് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. നാളെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി മുന്നോട്ട് പോവുക. അങ്ങനെ പൊതുതെരഞ്ഞെടുപ്പ് നടപടികൾ അത് കൂടുതൽ സജീവമാകുന്നതിന്റെ ഒരു സാഹചര്യം നാലാം ഘട്ട വിജ്ഞാപനം കൂടി വന്നതോടുകൂടി ഉണ്ടാകുന്നു. ക്രിസ്റ്റീന, ശരി. ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രാധാകൃഷ്ണൻ. വാർത്തകൾ തുടരുന്നു.
മിസൈൽ ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേൽ തിരിച്ചടിച്ചേക്കുമെന്ന കണക്കുകൂട്ടലിൽ ഇറാൻ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. അമേരിക്കയെ കൂടാതെ ഇറാനെതിരെ കടുത്ത ഉപരോധങ്ങൾക്കായി യൂറോപ്യൻ യൂണിയനും G7 രാജ്യങ്ങളും തയ്യാറെടുക്കുകയാണ്. വിശദാംശങ്ങളുമായി അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുകയാണ്. മധു, കഴിഞ്ഞ ദിവസമാണ് UK വിദേശകാര്യ സെക്രട്ടറി ലോർഡ് കാമറൂണിനോട് ഇസ്രയേൽ പ്രധാനമന്ത്രി ഇസ്രയേലിന്റെ തീരുമാനങ്ങൾ ഇസ്രയേലിൻ്റേത് മാത്രമാണ്, അതിൽ മറ്റാർക്കും സ്വാധീനമില്ല എന്ന് പറയുന്നത്. ഒരു വശത്ത് മറ്റാരും തങ്ങളെ സ്വാധീനിക്കുന്നില്ല എന്ന് പറയുമ്പോഴും മറ്റു രാജ്യങ്ങൾ ഇറാനെതിരെ കൈകോർക്കുന്ന ഒരു കാഴ്ചയിലേക്കല്ലേ പോകുന്നത്? ഗുഡ് മോർണിംഗ് കൃഷ്ണ പറഞ്ഞതുപോലെ ഈ UK ഫോറിൻ സെക്രട്ടറി ഡേവിഡ് കാമറൂൺ, അതുപോലെ ജർമ്മൻ വിദേശകാര്യമന്ത്രി അനലൈന ബർബോക്കും ഒക്കെ ഇസ്രായേലെത്തി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഒരു തിരിച്ചടിക്കൊന്നും ശ്രമിക്കരുതെന്ന് നേരിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാലും ഇറാന്റെ വ്യോമാക്രമണത്തിനുള്ള ഒരു മറുപടി, ആ ഒരു തീരുമാനമൊക്കെ ഇസ്രായേലിന്റെ മാത്രമായിരിക്കുമെന്നാണ് ഇന്നലത്തെ ക്യാബിനറ്റ് യോഗത്തിന് ശേഷവും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണമൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു തിരിച്ചടി അവർ പ്രതീക്ഷിക്കുന്നു എന്നുള്ള ഒരു കണക്കൂട്ടലാണ് മറ്റു രാജ്യങ്ങളൊക്കെ. അതായത് ആക്രമണത്തിനായി വ്യോമസേന സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇറാൻ ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. ചെങ്കടലിലൂടെ ഇറാന്റെ ചരക്ക് കപ്പലുകൾ ധാരാളമായി സഞ്ചരിക്കുന്നുണ്ട്. അവയ്ക്കൊക്കെ അവരുടെ നാവികസേനയുടെ എസ്കോർട്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഈ സിറിയയിൽ ഏറ്റവും കൂടുതലുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവരുടെ മുതിർന്ന ഉദ്യോഗസ്ഥരെയൊക്കെ ഒഴിപ്പിച്ചും തുടങ്ങിയിരിക്കുകയാണ്. ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പും അവരുടെ പ്രധാന ഉദ്യോഗസ്ഥരെയും ആൾക്കാരെയും ഒക്കെ സിറിയയിൽ നിന്ന് മാറ്റിയും കഴിഞ്ഞിരിക്കുകയാണ്. ഇറാനെ എങ്ങനെയെങ്കിലുമൊക്കെ തണുപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അമേരിക്ക ഈ ഉപരോധങ്ങളുമായിട്ട് ഇപ്പം തിടുക്കപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇറാനെതിരെ. അമേരിക്കയോടൊപ്പം യൂറോപ്യൻ യൂണിയനും അതുപോലെ G7 രാജ്യങ്ങളും ഇറാനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുവാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ക്രിസ്റ്റിന. ശരി, ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ കരിമണൽ കമ്പനിയായ CMRLന്റെ ഉദ്യോഗസ്ഥരെ ED ഇന്ന് വീണ്ടും ചോദ്യം ചെയ്തേക്കും. CMRL MD ശശിധരൻ കർത്തയെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ആലുവയിലെ വീട്ടിലെത്തി ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ നീണ്ടു. ശശിധരൻ കർത്തയുടെ വീട്ടിൽ നിന്ന് ചില രേഖകളും ED പിടിച്ചെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക്കുമായുള്ള ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ED ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഹാജരാക്കാൻ കഴിയില്ലെന്ന് CMRL അറിയിച്ചു. സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് D സതീശൻ 150 കോടി രൂപ കോഴ വാങ്ങിയെന്ന ആരോപണം വിജിലൻസ് അന്വേഷിക്കണമെന്ന ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയും. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. അന്വേഷണത്തിന് അനുമതി ചോദിച്ച് വിജിലൻസ് സർക്കാരിന് കത്തയച്ചിരുന്നു. മറുപടി ലഭിച്ചില്ലെന്ന് വിജിലൻസ് കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ കോടതിയെ അറിയിച്ചു. ഇതേ തുടർന്നാണ് കേസ് വിധി പറയാൻ മാറ്റിയത്. PV അൻവറാണ് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചത്. ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കവടിയാർ സ്വദേശി ഹഫീസാണ് കോടതിയെ സമീപിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ലത്തീൻ സഭയുടെ നയപ്രഖ്യാപനം ഇന്ന് എറണാകുളത്ത് നടക്കുന്ന രാഷ്ട്രീയ കാര്യസമിതി യോഗത്തിലാണ് നിലപാട് വ്യക്തമാക്കുക. വിവിധ രൂപതകളുടെ നിലപാടുകൾ ഏകീകരിച്ചാണ് രാഷ്ട്രീയ കാര്യസമിതി തീരുമാനമെടുക്കുക. എറണാകുളം, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ സ്വാധീന ശക്തിയാണ് ലത്തീൻ സഭ. അതുകൊണ്ട് തന്നെ ലത്തീൻ സഭ സ്വീകരിക്കുന്ന നിലപാട് എല്ലാ മുന്നണികൾക്കും നിർണായകമാണ്. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ആരെയും ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഏറ്റെടുത്ത മുസ്ലിം ലീഗ്. മലപ്പുറത്തും പൊന്നാനിയിലുമാണ് രാഹുലിന്റെ പ്രസംഗം മുസ്ലിം ലീഗ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത്. പൗരത്വ വിഷയത്തിൽ കോൺഗ്രസിന് നിലപാടില്ലെന്ന LDF പ്രചാരണത്തിന് തടയിടാനാണ് നീക്കം. പൗരത്വ വിഷയത്തിൽ നിലപാടില്ലാത്ത കോൺഗ്രസിനൊപ്പം ലീഗ് എങ്ങനെ നിൽക്കുന്നു എന്നതാണ് LDFന്റെ ചോദ്യം. മലപ്പുറത്തും പൊന്നാനിയിലും തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അടക്കമുള്ളവർ ഈ ചോദ്യം ആവർത്തിച്ചു. വിഷയത്തിൽ കൃത്യമായ മറുപടി മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ കോഴിക്കോട് നടന്ന UDF പരിപാടിയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവന മുസ്ലിം ലീഗിന് നൽകുന്ന ഗുണം ചെറുതൊന്നുമല്ല. We will never decide citizenship on the basis of caste, religion or language. We will decide citizenship based on the idea of India, nothing less. രാഹുലിന്റെ പ്രസ്താവന മുസ്ലിം ലീഗ് ഏറ്റെടുത്തു. പൊന്നാനിയിലും മലപ്പുറത്തും തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ രാഹുലിന്റെ വാക്കുകൾ എടുത്തു പറഞ്ഞ് മുഖ്യമന്ത്രി വിമർശിക്കാൻ PK കുഞ്ഞാലിക്കുട്ടി തന്നെ നേതൃത്വം നൽകുന്നു. രാഹുൽ ഗാന്ധി എന്ത് പറയുന്നു എന്നാണ് നോക്കുന്നത്, അല്ലാതെ CM എന്ത് പറയുന്നു, പിണറായി എന്ത് പറയുന്നു എന്നല്ല ഈ കാര്യത്തിലൊക്കെ നോക്കാനുള്ളത്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പറയേണ്ടത് ഇന്നലെ കോഴിക്കോട് മലപ്പുറത്ത് പറഞ്ഞു. ജാതി അടിസ്ഥാനത്തിൽ, മതാടിസ്ഥാനത്തിൽ
ഒന്നും ഒരു പരിഗണനയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുമ്പ് കാണിച്ചിട്ടില്ല, ഇങ്ങോട്ട് കാണിക്കൂല. ഇന്ത്യൻ പൗരന്മാരെല്ലാവരും ഞങ്ങൾക്ക് ഒരുപോലെയാണ് എന്ന് ഇന്നലെ കടപ്പുറത്ത് വന്നു. രാഹുൽ ഗാന്ധിയെ പൊന്നാനി മണ്ഡലത്തിൽ കൂടിയെത്തിച്ച് പ്രചാരണം കൊഴുപ്പിക്കാനാണ് ലീഗ് നീക്കം. 24 തിരൂർ. മഴപ്പെയ്ത്തിൽ UAE നിശ്ചലം. റോഡുകളിലെ വെള്ളക്കെട്ട് നീക്കം ചെയ്യുന്ന പ്രവൃത്തി രാത്രി വൈകിയും തുടർന്നു. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ ഇനിയും പുനരാരംഭിക്കാനായിട്ടില്ല. കനത്ത മഴയെ തുടർന്ന് വിവിധയിടങ്ങളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തി UAE-ലെങ്ങും പുരോഗമിക്കുകയാണ്. ഇന്നലെ മഴ മാറി നിന്നത് രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാൻ സഹായിച്ചു. എന്നാൽ രാജ്യത്തെ മിക്ക റോഡുകളിലും മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ പലയിടത്തും ഗതാഗതം ദുഷ്കരമായി തന്നെ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ രാജ്യത്തെ സ്കൂളുകളിൽ ക്ലാസുകൾ ഓൺലൈനായി തന്നെ തുടരും. സർക്കാർ ജീവനക്കാർക്ക് ഇന്നും വർക്ക് ഫ്രം ഹോം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾ ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ ഇനിയും പുനരാരംഭിക്കാനായിട്ടില്ല. ദുബായിലേക്ക് വരുന്ന മുഴുവൻ വിമാനങ്ങളും സ്ഥിതിഗതികൾ മെച്ചപ്പെടുന്നതുവരെ സമീപ എയർപോർട്ടുകളിലേക്ക് തിരിച്ചുവിടുകയാണ്. പല വിമാന സർവീസുകളും റദ്ദാക്കി. എമിറേറ്റ്സ് എയർലൈൻ യാത്രക്കാർക്കുള്ള ചെക്ക് ഇൻ നിർത്തിവച്ചത് ഇന്ന് രാവിലെ പ്രാദേശിക സമയം 9 വരെ തുടരുമെന്ന് അറിയിച്ചു. പ്രശ്നങ്ങൾ പരിഹരിച്ച് അതിവേഗം പ്രവർത്തനം പുനരാരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ എന്ന് ദുബായ് എയർപോർട്ട് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം രാജ്യത്ത് പെയ്ത മഴ ക്ലൗഡ് സീഡിംഗ് മൂലമാണെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും പൊതുജനങ്ങളോട് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. UAE-ൽ കഴിഞ്ഞ 75 വർഷത്തിനിടെ പെയ്ത ഏറ്റവും ശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അലൈനിൽ 254 മില്ലിമീറ്റർ മഴയാണ് ചൊവ്വാഴ്ച രേഖപ്പെടുത്തിയത്. 24 ദുബായ്. സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ കേരളത്തിൽ മഴ ശക്തിപ്പെട്ടേക്കും. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് 11 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കേരള ഫിഷറീസ് സർവകലാശാല വൈസ് ചാൻസലർ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി ഇന്ന് പരിഗണിക്കും. VC തെരഞ്ഞെടുപ്പിന് UGC ചട്ടങ്ങൾ ബാധകമല്ലെന്നും നിയമസഭ പാസാക്കിയ നിയമമാണ് ബാധകമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയത്. നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ മുൻ VC ഡോക്ടർ റിജി ജോൺ നൽകിയ ഹർജിയും ഇന്ന് പരിഗണിക്കും. കുഫോസ് VC ആയി ഡോക്ടർ K. റിജി ജോണിനെ നിയമിച്ചത് UGC ചട്ടപ്രകാരമല്ലെന്നാരോപിച്ചാണ് നേരത്തെ ഹൈക്കോടതിയിൽ ഹർജി എത്തിയത്. VC നിയമന പട്ടികയിലുണ്ടായിരുന്ന എറണാകുളം സ്വദേശി ഡോക്ടർ KK വിജയനാണ് ഹർജിക്കാരൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിലെ അതിജീവിത ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം ആരംഭിക്കും. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ KV പ്രീതി പോലീസിന് നൽകിയ റിപ്പോർട്ടിൽ തന്റെ മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്തിയില്ലെന്നാണ് അതിജീവിതയുടെ പരാതി. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് കമ്മീഷണർ ഓഫീസിലെത്തിയ അതിജീവിതയോട് തിരുവനന്തപുരത്ത് വിവരാവകാശ കമ്മീഷനെ സമീപിക്കാനാണ് കമ്മീഷണർ നിർദ്ദേശിച്ചത്. ഇതിനെതിരായാണ് സമരം. വിവരാവകാശ കമ്മീഷനെ താൻ സമീപിച്ചതാണെന്നും റിപ്പോർട്ട് നൽകിയില്ലെന്നും അതിജീവിത പറയുന്നു. ആലപ്പുഴയിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആക്ഷൻ പ്ലാനുമായി ജില്ലാ ഭരണകൂടം പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെ കൊന്നൊടുക്കാനുള്ള നടപടികൾ ആരംഭിക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. മുന്നൊരുക്കങ്ങൾ മൃഗസംരക്ഷണ വകുപ്പ് എത്രയും വേഗം പൂർത്തിയാക്കും. നിലവിൽ മനുഷ്യരിലേക്ക് പനി പകരാനുള്ള സാധ്യതയില്ലെന്നും ആശങ്ക വേണ്ടെന്നും ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു. അപ്പർ കുട്ടനാട്ടിലെ എടത്വ, ചെറുതന പഞ്ചായത്തുകളിലെ വളർത്തു താറാവുകൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ജമ്മുകാശ്മീരിലെ ആനന്ദ് നഗറിൽ കുടിയേറ്റ തൊഴിലാളികൾക്ക് നേരെ വീണ്ടും ഭീകരാക്രമണം. ഒരാൾ കൊല്ലപ്പെട്ടു, ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ബീഹാർ സ്വദേശിയായ രാജാ ഷാ ആണ് മരിച്ചത്. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന തൊഴിലാളിയെ കഴുത്തിലും വയറിലും വെടിയേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭീകരർക്കായി തെരച്ചിൽ ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. പശ്ചിമബംഗാളിൽ രാംനവമിയോടനുബന്ധിച്ച് BJP നടത്തിയ ഘോഷയാത്രയ്ക്ക് നേരെ ബോംബേർ. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. മുർഷിദാബാദിലെ ശക്തിപൂരിലാണ് സംഘർഷമുണ്ടായത്. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് BJP ആരോപിച്ചു. ഘോഷയാത്ര കടന്നുപോകുന്ന വഴിയിൽ വീടുകൾക്ക് നേരെ കല്ലേറുണ്ടായതായി തൃണമൂൽ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ആരോപിച്ചു. സംഘർഷ സാഹചര്യത്തെ തുടർന്ന് ബംഗാളിൽ പലയിടത്തും ഘോഷയാത്രയ്ക്ക് പോലീസ് അനുമതി നിഷേധിച്ചത് വിവാദമായിരുന്നു.
ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയയുടെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. സിസോദിയെ ഇന്ന് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. ഇഡി അറസ്റ്റ് ചെയ്ത സിസോദിയ കഴിഞ്ഞ വർഷം ഫെബ്രുവരി മുതൽ ജയിലിലാണ്. വിചാരണ തുടങ്ങാൻ വൈകുന്ന സാഹചര്യത്തിൽ സിസോദിയ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നു. വിചാരണ വൈകിപ്പിക്കാൻ സിസോദിയ അടക്കമുള്ളവർ സംഘടിത ശ്രമം നടത്തുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ജാമ്യാപേക്ഷയെ ഇഡി എതിർത്തു. സിസോദിയയുടെ ജാമ്യാപേക്ഷയിൽ ശനിയാഴ്ച തുടർവാദം കേൾക്കാമെന്ന് റോസ് അവന്യൂ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രഭാത വാർത്തയുടെ സമയം പൂർണ്ണമാവുകയാണ്.